ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ ആയുർവേദ ഗവൺമെൻറ് ഹോസ്പിറ്റലും മുനിസിപ്പാലിറ്റിയും കൂടി ചേർന്ന് വയോജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പെരിന്തൽമണ്ണ നഗരസഭ ആയുർവേദ ആശുപത്രിയിൽ സംയുക്തമായി ഇന്ന് വയോജന മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത്. ഈ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ MLA നജീബ് കാന്തപുരം അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ പി ഷാജി എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള നസീർ ടീച്ചർ, ഉപദേശ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള മുണ്ടപ്പൻ അനീഫ, അവിടെ ഉണ്ണികൃഷ്ണൻ മാഷ്, നെച്ചീർ മൻസൂർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള ജാഫർ പത്തത്ത്, അതുപോലെ സക്കീർ ഹുസൈൻ, പച്ചേരി ഫാറൂഖാക്ക എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ നഗരസഭയുടെ സെക്രട്ടറി മിത്രൻ ജി, അതുപോലെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ ആയുർവേദ ആശുപത്രി ലിജ ജേക്കബ്, അതുപോലെ നമ്മുടെ CCM പി വത്സൻ, അതുപോലെ നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള ആരിഫ് കാക്കു എന്നിവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ക്യാമ്പിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഴുവൻ വയോജനങ്ങളാണ്. വയോജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് സംസ്ഥാനം എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആയാൽ മതിയോ? പോരാ. അത് ഏറ്റവും മികച്ചതായി മാറും, ഏറ്റവും നല്ല സൗകര്യത്തോടു കൂടിയുള്ളതായി മാറും. അതിനുവേണ്ടി തന്നെയാണ് നഗരസഭ തീരുമാനിച്ചത് മുന്നോട്ട് പോകുന്നത്. ഈ കൗൺസിലിന്റെ കാലത്ത് മുമ്പ് തന്നെ തീരുമാനിച്ചു. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് പുതിയ ആയുർവേദ ഹോസ്പിറ്റലിന്റെ തറക്കല്ലിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഘട്ടത്തിലാണ് നമ്മളെവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മളെവരെയും പ്രയാസപ്പെടുത്തിക്കൊണ്ട് ലോകമാകെ സ്തംഭിപ്പിച്ചു നിൽക്കുന്ന രൂപത്തിലേക്ക് കോവിഡ് നമ്മളെ ബാധിച്ചത്. അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കുറേ പ്രതിസന്ധികൾ, സാമ്പത്തികമായും അല്ലാതെയും സാങ്കേതികമായും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി. ആ പ്രതിസന്ധിയുടെ ഒക്കെ ഭാഗമായി നമ്മുടെ നഗരസഭയുടെ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ദ്രുതഗതിയിലുള്ള പണി അവിടെ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നെ പുനരാരംഭിക്കാൻ നമുക്ക് നിലവിൽ സാധിച്ചിട്ടില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് പുനരാരംഭിക്കുകയും ഈ കൗൺസിലിന്റെ കാലത്ത് തന്നെ അത് കൈമാറി പൊതുജനങ്ങൾക്ക് ഏറ്റവും സൗകര്യത്തോടു കൂടിയുള്ള ആശുപത്രിയായി മാറാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് നഗരസഭ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു നേരത്തെ പൊതുമരാമത്തിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആരോഗ്യ രംഗത്തേക്ക് മാറ്റിവെച്ചത് 2 കോടി രൂപയുണ്ട്. അതും പൊതുമരാമത്തിന് വേണ്ടി മാറ്റിവെച്ചതും തമ്മിൽ വ്യത്യാസം നോക്കുമ്പോൾ 4 കോടി രൂപയാണ് പൊതുമരാമത്തിന് വന്നത്. അപ്പൊ 2 കോടി രൂപയാണ് ആരോഗ്യ രംഗത്തേക്ക് മാറ്റിവെച്ചത്. അപ്പൊ 2 കോടി കുറവാണ്. പിന്നെന്താണ് ചെയർമാൻ ഇങ്ങനെ കൂടുതൽ പൈസ വെച്ചു എന്ന് പറയുന്നത്? അതാണ് കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ വൈസ് ചെയർമാൻ പ്രഖ്യാപിച്ചത്. 3 കോടി രൂപ ആയുർവേദ ഹോസ്പിറ്റൽ ഈ വർഷം തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള നഗരസഭയാണ് നമ്മുടെ നഗരസഭ. അതുകൊണ്ട് ഈ കൗൺസിലിന്റെ കാലത്ത് ആ മാറ്റിവെച്ച തുക ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള ആയുർവേദ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് സ്വന്തമാകുന്ന രൂപത്തിലേക്കുള്ള കെട്ടിടമായി ഉദ്ഘാടനം ചെയ്തു പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉറപ്പ് നൽകുന്നത്. അത് അങ്ങോട്ട് മാറുമ്പോൾ, നല്ല സൗകര്യത്തോടു കൂടി അങ്ങോട്ട് മാറുമ്പോൾ, ഇവിടെ നമ്മൾ കുറച്ച് പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഹോസ്പിറ്റൽ നിലവിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ സെന്ററിലേക്ക് മാറുമ്പോൾ നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള, ഏറ്റവും മികച്ച ഡോക്ടർമാരുള്ള, ഏറ്റവും കൂടുതൽ മരുന്ന് ലഭ്യമാകുന്ന ആരോഗ്യ കേന്ദ്രങ്ങളായി, ആരോഗ്യ മേഖലയായി നമ്മുടെ നഗരസഭ ആരോഗ്യ മേഖല മാറാൻ വേണ്ടി പോവുകയാണ് എന്ന സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. തീർച്ചയായും ഈ ക്യാമ്പ് നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്
സൂചിപ്പിച്ചു. എല്ലാ സ്ഥലത്തും ഈ ക്യാമ്പ് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വയോജന ആയുർവേദ ക്യാമ്പാണ് നടക്കുന്നത്. നമ്മളിങ്ങനെ പരിശോധിച്ചപ്പോൾ ഇവർ എന്തായാലും ഇതിനായി മെനക്കെട്ടിട്ട് ഇവിടെ വരണം. ആ മെനക്കെട്ട് വരുമ്പോൾ കുറച്ചുകൂടി വേറെ എന്തെങ്കിലും ഒരു സൗകര്യം കൂടി, വേറെ എന്തെങ്കിലും ഒരു പരിശോധനകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടി അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നത് അവർ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച സമയത്ത് നമ്മൾ വയോജനങ്ങൾക്ക് വേറെ അലട്ടുന്നൊരു പ്രശ്നം, കാര്യങ്ങൾ നിരീക്ഷിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. അതിലൊരു രാഷ്ട്രീയമുണ്ട്, അതിൽ ജനങ്ങളെ ഉള്ളൂ, അവരുടെ ക്ഷേമമേ ഉള്ളൂ. അവർക്ക് എന്ത് തരത്തിലുള്ള സൗകര്യങ്ങൾ നൽകാൻ സാധിക്കുമോ അതെല്ലാം നമുക്ക് നൽകും. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു കാര്യം ആരോഗ്യമാണ് ഒരു വലിയ പ്രശ്നം. ഒരു രോഗം വന്നാൽ ഏത് പണമുള്ള ആളുകളാവട്ടെ, ഏത് സാമ്പത്തിക ശേഷിയുള്ള ആളുകളാവട്ടെ, നിമിഷങ്ങൾ മതി അവരൊന്നും അല്ലാതായിരിക്കില്ല. അത്ര വലിയ ചികിത്സാ ചെലവുകൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ഞാനൊരു കല്യാണ വീട്ടിൽ നടത്താത്തത് കൊണ്ട് കഴിഞ്ഞിട്ട് പോയത് കളത്തിലൊക്കെ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആ വീട്ടുകാരന് ഡയാലിസിസ് ചെയ്യാണ്. അദ്ദേഹം 6 വർഷം മുമ്പ് കിഡ്നി മാറ്റി വെച്ചാണ്. കിഡ്നി വീണ്ടും ഫെയിലാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും ഡയാലിസിസിലേക്ക് പോവുകയാണ്. നമ്മൾ എന്തെല്ലാം സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും അല്ലാതായി രോഗങ്ങളാണ്. രോഗങ്ങൾ നമ്മൾ അത്രമേൽ അലട്ടുന്ന ഒരു കാലമാണ്. ആളുകൾക്ക് ഇപ്പോൾ രോഗഭീതി എന്ന് പറയുന്നത് തന്നെ വലിയൊരു സൈക്കോ പ്രോബ്ലം ആയിക്കൊണ്ടിരിക്കുകയാണ്. രോഗം വരുമോ എന്ന് ചിന്തിച്ചിട്ട് ആളുകൾ മാനസിക രോഗമാകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഈ ചികിത്സാ സംവിധാനങ്ങളെ കുറിച്ചുള്ള ഭയപ്പാടാണ്. അവിടെയാണ് ഒരു തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ഇത്തരം ഒരു ഇടപെടൽ നടത്തുന്നത് എന്നത് വളരെയേറെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രയോറിറ്റികൾ നിശ്ചയിക്കണം. ഒരു ഭരണകൂടത്തിൻ്റെ പ്രയോറിറ്റി എന്താകണം? ഒരു നാട് ഭരിക്കുമ്പോൾ ആ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രയോറിറ്റി എന്താകണം? ഇപ്പോൾ പൊതുമരാമത്ത് വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്, ഭൗതിക സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ടാക്സ് പേ ചെയ്യുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് നല്ല മികച്ച റോഡുണ്ടാവുക. എന്നാൽ ഇന്നത്തെ കാലത്ത് അതുപോലെ തന്നെ പ്രധാനമായ ഒരു കാര്യമാണ് ആരോഗ്യ രംഗത്തെ ഇടപെടലുകൾ എന്നുള്ളത്. ഇപ്പോൾ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ അലോപ്പതി ചികിത്സയുണ്ട്, ഹോമിയോ ചികിത്സയുണ്ട്, ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചികിത്സാ രീതിയാണ്. ശരിക്കും ഭാരതത്തിൻ്റെ ഒരു സ്വന്തമായ ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷനലായ പരമ്പരാഗതമായ ചികിത്സാ രീതികൾക്ക് പ്രാമുഖ്യം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട്, ലോകത്ത് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാൽ എല്ലാമായി എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂയോർക്കിൽ പോയാൽ പോലും ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് മാത്രം നമുക്ക് ജയിക്കാൻ കഴിയില്ല. കാരണം അവിടെ ഒരുപാട് മൾട്ടി കൾച്ചർ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരിൽ പലർക്കും ഇംഗ്ലീഷ് തന്നെ അറിയില്ല. ഇതുപോലെയാണ് മോഡേൺ മെഡിസിൻ്റെ കാര്യം. നമ്മൾ വിചാരിക്കുന്ന മോഡേൺ മെഡിസിൻ അല്ലാതെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ അല്ലാതെ, നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് മരുന്ന് അല്ലാതെ ഒരു സംവിധാനം ലോകത്തില്ല എന്നാണ്. എന്നാൽ ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന അലോപ്പതി ചികിത്സ അവിടെ ഇല്ല, വളരെ കുറവാണ്. മഹാഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്നത് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാ രീതിയാണ്. അപ്പൊ സ്വാഭാവികമായും പ്രായമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഇന്ന് ആവശ്യമുള്ള ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കൂടുതൽ രോഗാതുരമാക്കാത്ത ചികിത്സാ സംവിധാനങ്ങളാണ്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയ ഒരു ഗുണകരമായ കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ പോസിറ്റീവ് സെൻസ് എന്ന് പറയുന്നത്, അത് കൂടുതൽ നമ്മുടെ ബയോളജിക്ക് ചേർന്നതാണ് ആ ചികിത്സാ രീതി എന്നുള്ളത്. ശരിക്കും ഓരോ നാടിൻ്റെയും ജനറ്റിക്സിന്, ജനിതക ഘടനയ്ക്ക്, ആ നാട്ടിലെ മനുഷ്യരുടെ ജീവിത രീതിക്ക്, ആ നാട്ടിലെ മനുഷ്യരുടെ ജൈവ പ്രകൃതിക്ക്, അവരുടെ ബയോളജിക്ക് എല്ലാം ചേർന്നത് ആ നാട്ടിൽ വികസിച്ചു വരുന്ന ഒരു ചികിത്സാ രീതിയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള, ഏറ്റവും മുൻഗണന നൽകാൻ കഴിയുന്ന, ഇന്ത്യക്കാർക്ക് ചേർന്ന
മലയാളിക്ക് ചേർന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. നമ്മുടെ MLA മറ്റുള്ളവരൊക്കെ പ്രഖ്യാപിച്ച ഒരു പിന്തുണയ്ക്ക് പ്രത്യേകിച്ച് സന്തോഷം. കാരണം നമ്മളെ സംബന്ധിച്ച് ഇതിൽ പരം സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയില്ല. പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിന് നമുക്ക് ഒരു നാഷണൽ ആയുഷ് മിഷൻ്റെ കുറച്ച് അവരാണ് മരുന്നുകളുടെ ഒരു നമുക്ക് ഭൂരിഭാഗവും തന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇന്നത്തെ ക്യാമ്പിലേക്ക് വേണ്ട മരുന്നുകൾ നൽകിയിട്ടുള്ള മറ്റ് കമ്പനികളുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇന്നത്തെ ഇതിലേക്കുള്ള പ്രമേഹ പരിശോധന സൗജന്യമായിട്ട് ചെയ്യുന്ന നാഗാർജുന ആയുർവേദിക്സ് ആണ്. അതുകൂടാതെ ബാൽവേദിക്സ് എന്നുള്ള കമ്പനിയാണ് സൗജന്യമായിട്ടുള്ള അസ്ഥിഫല പരിശോധന നടത്തുമ്പോൾ വളരെ വില പിടിച്ച കസ്റ്റമർ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്ന അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് വന്നിട്ടുള്ള എല്ലാ വയോജനങ്ങളും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ചികിത്സയ്ക്ക് നമ്മുടെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് പിന്നീട് നിങ്ങൾക്ക് വരാവുന്നത് അതുകൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതിനാവും നമ്മുടെ വയോജന മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ MLA കാന്തപുരം, അതുപോലെ തന്നെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി, ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ മനോജ്, അതുപോലെ ഇതിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചിട്ടുള്ള K. ഉണ്ണികൃഷ്ണൻ, മൻസൂർ തെച്ചി, ജാഫർ പക്കത്ത്, MM ഷക്കീർ ഹുസൈൻ, ഫാറൂഖ് ബഷീരി, ഡോക്ടർ ലിജ ജേക്കബ്, മെഡിക്കൽ ഓഫീസർ ശ്രീ വത്സൻ, അതുപോലെ തന്നെ ഈ ഡോക്ടർ നവാസ്, മറ്റു ഡോക്ടർമാർ, സ്റ്റാഫുകൾ, ഇതിലുള്ള സൗജന്യ അസ്ഥിഫല പരിശോധന എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1000 മുകളിൽ വരും അല്ലേ? 1000 മുകളിൽ ആ സംവിധാനം കൂടി പരിശോധനയും കൂടി ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോകണമെന്നില്ലാതെ അഭ്യർത്ഥിക്കുക. അതുപോലെ തന്നെ അൽസലാമ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ക്യാമ്പും കൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഡോക്ടർമാർ, അതുമാതിരി അതിൻ്റെ പ്രതിനിധികൾ, സ്റ്റാഫുകൾ എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടന പരിപാടി അവസാനിച്ചായി അറിയിക്കുന്നു. അപ്പം ഇതെല്ലാമാണ് നമ്മുടെ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ. നാഷണൽ ആയുഷ് മിഷനാണ് ഇവിടേക്ക് ആവശ്യമായ ഭൂരിഭാഗം മരുന്നുകളും തന്നിരിക്കുന്നത്. മറ്റ് കമ്പനികളും മരുന്നുകൾ തന്നിട്ടുണ്ട്. കൂടാതെ ഇവിടെ പ്രമേഹം, പ്രഷർ ചികിത്സയും അസ്ഥി സംബന്ധമായ പരിശോധനയും നടത്തി. അൽസലാമ ഹോസ്പിറ്റൽ കണ്ണ് പരിശോധനയും നടത്തി. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും വേണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അപ്പം നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.